ഇന്നലെ അർദ്ധരാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി വിവിധ ദേവാലയങ്ങളിൽ നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഓശാന ഞായർ ദിവസം ആരംഭിച്ച വിശുദ്ധ വാരത്തിനും ഈസ്റ്ററോട് സമീപനമായി. വിനീത വിജി കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലുണ്ട്, നമുക്കൊപ്പം തത്സമയം ചേരുന്നു. വിനീത, ഈസ്റ്റർ ആശംസകൾ. ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN ആൻഡ് ഈസ്റ്റർ ആശംസകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ്. ഇവിടെ ഇന്നലെ രാത്രി പാതിരാ കുർബാനയും ഒപ്പം തന്നെ പ്രത്യേക ശുശ്രൂഷ കർമ്മങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും ഇതാ കുർബാന ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി വിശ്വാസികളാണ് ഈ പള്ളിയിലെ പ്രാർത്ഥനയിലും മറ്റും പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അർദ്ധരാത്രി മുതൽ തന്നെ കൊച്ചിയിലെ വിവിധ പള്ളികളിൽ പാതിരാ കുർബാനയും ഒപ്പം തന്നെ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ദൃശ്യാവിഷ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ പാപഭാരം ചുമലിലേറ്റി കുരിശുമരണം വരിച്ച ക്രിസ്തു മൂന്നാം നാൾ പുനരുദ്ധാരണം ചെയ്തതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ക്രൈസ്തവ സമൂഹത്തിന് ഈ ഈസ്റ്റർ എന്ന് പറയുന്നത്. വലിയ ആഘോഷ പരിപാടികൾ, അതോടൊപ്പം തന്നെയുള്ള അത്തരത്തിലേക്കുള്ള പരിപാടികളൊക്കെ തന്നെയാണ് കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. വിവിധ പള്ളികളിൽ ഇന്ന് രാവിലെയും പ്രത്യേക പ്രാർത്ഥനയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ ഇന്നലെ രാത്രി നടന്ന ഉയർപ്പ് തിരുകർമ്മങ്ങൾക്ക് മാർ ജോസഫ് കളത്തിൽപ്പറമ്പ് നേതൃത്വം നൽകി. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് ആണ് കാർമ്മികത്വം വഹിച്ചത്. സിറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു മൂവാറ്റുപുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിലെ തിരുകർമ്മങ്ങൾ. ഒപ്പം തന്നെ കോട്ടയത്ത് മറ്റ് എല്ലാ ജില്ലകളിലെയും വിവിധ പള്ളികളിലൊക്കെ തന്നെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചയിലൊക്കെയായി കുർബാന കർമ്മങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുർബാനയുടെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിശ്വാസികളൊക്കെ ഈ കുർബാനയിൽ പങ്കെടുക്കുന്നതിനായി ആ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പാതിരാ കുർബാനയും ഒപ്പം തന്നെ ഈസ്റ്റർ സന്ദേശവും ഒക്കെ വിശ്വാസികൾ പരസ്പരം കൈമാറി. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 7 മണിയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ ഈ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലെ കുർബാന കർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നിരവധി വിശ്വാസികൾ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.